ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷിപ്പണിയിലാണ്. അപ്പോൾ ഞാൻ കൃഷിപ്പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മോനൊരു വീഡിയോ ചെയ്തില്ലാന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ സമയം കിട്ടുന്ന പോലൊക്കെ ചേന ഉണ്ടാവില്ല, ചേനൻ്റെ വിത്ത് അങ്ങനെ ശേഖരിക്കും കേട്ടോ കടയിൽ നിന്നൊക്കെ. ചിലപ്പോൾ ഞാൻ അവിടെ ചേനൻ്റെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് ഉണ്ടാവില്ല, ഒക്കെ ശേഖരിക്കും. അങ്ങനത്തെ ചെറിയ ചേനയും ചേനൻ്റെ വിത്തൊക്കെ എന്നിട്ട് ഇങ്ങനത്തെ ചട്ടിയിൽ ഇങ്ങനെ കുഴിച്ചിടും. നല്ല വിളവ് കിട്ടാറുണ്ട് കേട്ടോ, നല്ല പരിപാടിയാണ്. ഇതാ ഇങ്ങനെയാണ് ഞാൻ കുഴിച്ചിടാറേ. ചേന എടുക്കുക, ഇങ്ങനെ വെക്കുക. ഇതിൻ്റെ അടിയിൽ അടിവളങ്ങളൊക്കെ നന്നായി ഇട്ടുന്നു കേട്ടോ. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ് അടുത്തത് ഇതൊരു കുറച്ച് കാലമാകുമ്പോഴത്തേക്കും ഉണ്ടാവും കേട്ടോ. ഇതൊരു കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്കും മുള വരും. പിന്നെ അടുത്തൊരു ചെറുതുണ്ട് കുഞ്ഞ്, ചിലപ്പോൾ ഇവനായിരിക്കും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാകാൻ തോന്നുന്നു. വെച്ച് നോക്കാം, നമുക്ക് കളയണ്ട. ഇവന് ഈ പ്രാവശ്യം വെച്ച് നോക്കാം അല്ലേ. ഓക്കെ ഓക്കെ ഒരു പണിയുള്ളൂ. സമയം കിട്ടുമ്പോൾ അങ്ങനത്തെ ചട്ടികളൊന്നും ഒഴിവാക്കണ്ട. ഇതിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുഴിച്ചിടാം. ഇനി ഇതൊന്ന് നനച്ചേക്കാം, ഇത് നന കൊടുക്കാം. ഇങ്ങനെ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കൊരു ആൽമരം കിട്ടി, ചെറിയ ചെറിയ തൈ കിട്ടി കേട്ടോ. ആലിൻ്റെ തൈയാണിത്. ഞാൻ ഇതിൽ കുഴിച്ചിട്ടതാ. ആലിൻ്റെ തൈ ഇത്ര ആലിൻ്റെ തൈ ഇത് അത്ര വലുതാക്കി ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ വലുതാക്കിയത്. ചെറുതായിരുന്നു, വലുതാക്കി പിന്നെ വലിയ ചട്ടിയിൽ മാറ്റി കുഴിച്ചിട്ട് ഇത്ര വലുപ്പമായി. ഇതിനൊരു ബോൺസായി ആക്കണം. ഇതൊരു 5-6 വർഷം പഴക്കം കേട്ടോ. ഇത് കിളികൾക്ക് നല്ല വേനലാണ്, അപ്പോൾ കിളികൾക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു പാത്രമാണ് കേട്ടോ. ഓക്കെ, കിളികൾ വെള്ളം കുടിക്കട്ടെ നന്നായിട്ട്. നമുക്ക് അവരെ നമുക്ക് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഒരു ഭൂമിയുടെ അവകാശികളല്ലേ. ഓക്കെ, ഇതാ ഇവിടെ ഞാൻ കുഴിച്ചിട്ടുണ്ട്. പയർ കുഴിച്ചിട്ടാണിന്ന്. പയർ മുളപ്പിച്ചിട്ട് കുഴിച്ചിട്ടതാണ്. ഇനിയും കുഴിച്ചിടാനുണ്ട്. എന്ത് പറ്റും ഇങ്ങനെ അങ്ങോട്ട് വൈകുന്നേരം വെയിലില്ലാത്ത സമയത്ത് പൊരിച്ച് കുഴിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഇത് അതിലേക്ക് കുഴിച്ചിട്ടാണ്ട് അതിൽ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അതിലേക്ക് കുഴിച്ചിടണം. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കൃഷി? ഇഷ്ടപ്പെട്ടോ? സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കൃഷി ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനൊരു സുഖമാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കരുത്, ഇതുപോലെ ചെറിയ ചെറിയ കൃഷികൾ ചെയ്യാം. ഓക്കെ.